ഹലോ ഗായ്സ്, പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വ്ളോഗാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NS-ൻ്റെ ഹെഡൊന്ന് താക്കുന്ന ഒരു വീഡിയോ ആണ്. ഹെഡ്ലൈറ്റും മാറ്റണം, ഈ വൈസറും, പിന്നെ ഈ നമ്പർ പ്ലേറ്റ് കുറച്ച് പുറകിലോട്ട് ആക്കണം. അതാണ് ഇന്നത്തെ വീഡിയോ. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇവനെ വെളിയിലോട്ട് ഇറക്കാം. ഒരു കൈ ഫോണും ഒരു വണ്ടി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ പുതിയൊരു വ്ളോഗായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മയൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഹെഡ് അഴിക്കാം. അഴിക്കാൻ വലിയ പാടൊന്നുമില്ല. എൻ്റെ ഈ കാണുന്ന ബോൾട്ടും പിന്നെ ഇതിൻ്റെ അടിയിലേ ഒരു 10-ൻ്റെ ബോൾട്ട് ഇരിപ്പുണ്ട്, 2 എൻ്റെ ഈ ഭാഗത്തായിട്ട്. അത് 2 അഴിക്കണം. ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് അഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പുറം 2 ബോൾട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ 10-ൻ്റെ ഒരു ബോൾട്ടും ഉണ്ട്. ഈ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ പണിയും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. കടയിലൊന്നും അങ്ങനെ പോകത്തേ ഇല്ല. ചെയിനും എല്ലാ പരിപാടിയും നമ്മൾ ഒറ്റയ്ക്ക്. കണ്ട് ഈ കൂളൻറ്റിൻ്റെ ടാങ്ക് ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പണിയാണ്. നമ്മളെക്കൊണ്ട് പറ്റാതെ വരുമ്പോൾ മാത്രം നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോകും. നമുക്ക് അപ്പുറത്തെ ഹെഡ് അഴിച്ചിട്ട് കാണാം. ബോൾട്ട് അഴിച്ചിട്ടുണ്ട്. അടിയിലത്തെ 10-ൻ്റെ ക്ലാമ്പ് അഴിച്ചില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ക്ലാമ്പ് ഇവിടുന്ന് ഇട്ട് കൊടുക്കും. നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട, ഒരു ശകല ഹെഡൊന്ന് താത്താൽ മതി. എനിക്ക് ഒത്തിരി ഒന്നും താക്കണമെന്ന് താല്പര്യമില്ല. ഇതൊക്കെ ഓവറാ. ഇച്ചിരി താത്താ മതി, ഒരു ചെറുതായിട്ട്. ഇപ്പം തന്നെ കണ്ടോ അവനെ കൊണ്ട് ഒരു സ്പോട്ടി ലുക്കായി. ഇവിടെ കൂടെ താത്തി കഴിഞ്ഞാൽ ഹെഡ് സെറ്റാവും. നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട, ഇത്രയും. ഇതാണ് നമ്മുടെ ഒരു ഇത്രയും മതി, ഒത്തിരി ഒന്നും വേണ്ട. സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. പരിപാടിയെല്ലാം തീർന്ന് ഹെഡായിട്ടൊക്കെ താത്ത് ഇനി വൈസറൊന്നും എടുക്കണം. വൈസറെടുത്ത് ഡൊമിനാറിൻ്റെ വൈസറോടെ കയറ്റി ബാക്കിലത്തെ നമ്പർ പ്ലേറ്റ് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. നമ്പർ പ്ലേറ്റ് വലുതായിട്ടൊന്നുമില്ല, നമ്പർ പ്ലേറ്റ് ഒന്നും എടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ മടക്കുന്നതേ ഉള്ളൂ. ഓവറായിട്ടങ്ങ് നോർന്നിരിക്കുകയായിരുന്നു. ഞാൻ വണ്ടിയൊക്കെ ഒന്ന് കഴുകണം, മൊത്തം ചെളി ചെയ്തേണ്ട. കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയിട്ട് കൊണ്ട് വെച്ചതാണ്. ഇപ്പം നമുക്കിനി അടുത്ത വൈസർ മാറ്റുന്ന വീഡിയോയിലേക്ക് പോകാം. പക്ഷേ ഹെഡ്ലൈറ്റേ താത്ത് കഴിയുമ്പോൾ ഇതുണ്ട്, ഇവിടെ ഇത്രയും ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് കാണിക്കും. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്, വേറെ ഏതായിട്ടൊന്നുമില്ല. വണ്ടി ഇപ്പം നൈസ് ലുക്കായി. എൻ്റെ അണ്ടർബെല്ലിയൊക്കെ വന്ന് എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വൈസർ. ഇത് നമ്മളിതിന് മുന്നേ വെച്ചിട്ടുണ്ട്. അന്നേരം വണ്ടിയുടെ ഹെഡൊന്നും താക്കാത്തതുകൊണ്ട് ഒരു രസമില്ലായിരുന്നു. അപ്പം നമ്മൾ അത് പിന്നെയും നമ്മൾ വണ്ടിക്കകത്തിട്ട് കയറ്റാൻ പോവുക. അപ്പം നമ്മുടെ പരിപാടി ഈ വൈസർ ഊരുക, ഈ വൈസർ ഊരിയിട്ട് ഈ വൈസർ ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോ എടുക്കുകയും വേണം, ഇങ്ങനെ അഴിക്കുന്നതും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ പരിപാടി കഴിയാറായി. ഇത് വലിയ പണിയൊന്നുമില്ല. ഈ 2 ബോൾട്ട് അഴിക്കുക, മറ്റേ 2 കയറ്റുക, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പഴയ വൈസർ ഇതാണ്. ഇത് വണ്ടിയിൽ ബൈ ഇത് കണ്ടേ, ഇപ്പം തന്നെ നൈസ് ലുക്കാണ് കേട്ടോ. ഇത് ഞാൻ സെക്കൻഡ് എടുത്ത വണ്ടിയാണ്. അത് എനിക്കൊരു പൾസറായിരുന്നു. അടുത്തവനെ ആഡ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ പുതിയ വൈസർ. എങ്ങനെയുണ്ട്? ഒരു ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റൂടെ കയറ്റിയാൽ മാറുക ലുക്കായിരിക്കും. നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പരിപാടിയെല്ലാം തീർന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ താത്ത് വൈസറൊക്കെ വെച്ച് ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇവൻ്റെ ഒരു വീഡിയോ ഞാൻ സിനിമാറ്റിക്കിലെടുത്ത് കാണിക്കാം.
അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.